ഹലോ ഫ്രണ്ട്സ്, ഞാൻ സുരേഷ് മാത്യു, അഡ്വക്കേറ്റ്. ഇന്ന് നമ്മൾ ഒരു ചെറിയ കാര്യം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി വീഡിയോ ചെയ്യും. അതായത് നമ്മുടെ മക്കളെ നമ്മൾ കല്യാണത്തിലേക്ക് വിവാഹം വരുന്നുണ്ട്. നമ്മൾ ആ വിവാഹം ആഡംബരമായിട്ടും ലക്ഷറീസ് ആയിട്ടും നടത്തുന്നുണ്ട്. പക്ഷേ ഇത് അപൂർവം ചിലപ്പോൾ പണ്ട് ഇത് അപൂർവമായിരുന്നെങ്കിൽ ഇപ്പം കുറേയൊക്കെ കുറച്ചുകൂടെ നമ്പറുകൾ കൂടി വന്ന് കണ്ടമാനം ഡിവോഴ്സ് കേസുകളും വേർപിരിയലുകളും എല്ലാം വരുന്നുണ്ട്. പീഡനങ്ങളുടെ കഥയെല്ലാം വരുന്നുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ഈ ഗോൾഡിൻ്റെ കേസുകൾ. ഞാൻ അതായത് കല്യാണ സമയത്ത് കൊടുത്ത സ്വർണം, ഞാൻ കൊണ്ടുവന്ന സ്വത്ത്, ഡോവറി ഇല്ല എന്ന് പറഞ്ഞാലും ഉണ്ടെന്ന് പറഞ്ഞാലും അത് എന്തെങ്കിലും ആയിക്കോട്ടെ, അത് വിഹിതമായിട്ടാണെങ്കിലും പല രീതിയിലായിട്ടും ഒരു കല്യാണ സമയത്ത് ഒരു പെൺകുട്ടിക്ക് സ്വർണ്ണാഭരണങ്ങൾ മാതാപിതാക്കൾ കൊടുക്കാറുണ്ട്, അവരുടെ കുടുംബത്തിൽ നിന്നുള്ളതുണ്ട്, സ്വാഭാവികമായിട്ടുള്ള നടക്കുന്ന കാര്യങ്ങളാണ്. അതൊരു ഒത്തിരി ഗിഫ്റ്റുകൾ കിട്ടാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഫാമിലി കേസുകൾ എടുക്കുക, പ്രത്യേകിച്ച് ഡൈവോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ എടുക്കുകയാണെങ്കിൽ നടക്കുന്ന കേസുകളിൽ ഒരു വലിയ പങ്ക് ഈ ഗോൾഡിൻ്റെ റിക്കവറി ഇങ്ങനെയുള്ള കാര്യങ്ങളുമാണ്. അപ്പോൾ നമ്മൾ കല്യാണത്തിന് പോകുന്നതിന് മുമ്പ് രക്ഷിതാക്കൾ അതൊന്നെങ്കിൽ രക്ഷിതാക്കൾക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ പള്ളിയും അമ്പലം പോലുള്ളവർക്ക് അവർക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഗവൺമെൻറ് അവർ ഇൻ്റർവ്യൂ ചെയ്ത് ഒരു മുനിസിപ്പാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാം. നിങ്ങളുടെ കല്യാണ സമയത്ത് എൻ്റെ മകൾ എത്ര സ്വർണം കൊണ്ടുവന്നു, എന്തെല്ലാം ഗിഫ്റ്റിംഗ് ഐറ്റംസ് കിട്ടി, എന്തെല്ലാം കാര്യങ്ങൾ എവിടെയെങ്കിലും ഒരു സംഗതി നോട്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഇന്ന് ഈ കേരളത്തിലെ ഫാമിലി കോടതികളിൽ നടക്കുന്ന ഒരു 3-1 കേസ് ഒഴിവാക്കി കിട്ടുമെന്നുള്ളതാണ് സത്യം. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ അരോചകമായിട്ട് തോന്നും, നിങ്ങൾക്ക് ഒരു സുഖകരമില്ലാത്ത കാര്യമായിട്ട് തോന്നും. കാരണം നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാനാണോ ഈ മുന്നോട്ട് പോകണേ, വിവാഹം പവിത്രമായൊരു സംഭവമാണ്, ദൈവാനുഗ്രഹം അതിലുണ്ട്, ഇതെല്ലാം നമ്മൾ സംഭവിക്കുന്നു. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ ഡിവോഴ്സ് കേസുകൾ കുത്തനെ കൂടിക്കൊണ്ടിരിക്കുക. ഈ കേസുകളുടെ വലിയൊരു പങ്കും ഈ ഡിവോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പം വരുന്ന കേസ് എന്ന് പറയുന്നത് സ്വർണ്ണമായിട്ട് ബന്ധപ്പെട്ട ഉടനെ തന്നെ ജോലിക്കാരൻ്റെ അന്വേഷിച്ചു പോകണം, ബില്ല് അന്വേഷിച്ചു പോകണം, ആ സമയത്ത് ആളഞ്ഞ ആഭരണങ്ങളുടെ കാര്യങ്ങൾ പറയണു, ഇങ്ങനെയുള്ള തർക്കങ്ങളോട് തർക്കങ്ങൾ. ഈ തർക്കങ്ങൾക്കാണ് പറയുന്നത് ഒന്നെങ്കിൽ ഗവൺമെൻറ് ഇൻ്റർവ്യൂ ചെയ്യാം, ഇല്ലെങ്കിൽ സഭയോ അല്ലെങ്കിൽ ഓരോ സമുദായങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യാം, അല്ലെങ്കിൽ രക്ഷിതാക്കൾ സ്വയം ബോധവൽക്കരിക്കുക. എൻ്റെ മകൾ അല്ലെങ്കിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ എൻ്റെ മകൻ കെട്ടിക്കൊണ്ടുവരുന്ന പോകും, ഇന്നത്ര പവൻ സ്വർണ്ണമാണ് കൊണ്ടുവന്നത്, ഇന്ന ആഭരണങ്ങളാണ് കൊണ്ടുവന്നത്, ഇന്ന ഗിഫ്റ്റുകളാണ് ആ സമയത്ത് കിട്ടിയത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു വ്യക്തത എവിടെയെങ്കിലും പേപ്പറിൽ എഴുതി വയ്ക്കുകയോ രേഖപ്പെടുത്തുകയോ ആധികാരികമായിട്ട് രേഖപ്പെടുത്താനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കുകയോ ചെയ്താൽ ഇന്നുള്ള ഈ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിധി വരെ പരിഹാരം ഉണ്ടാവും എന്നുള്ളത് സത്യം. ഞാനിത് പറയുമ്പോൾ വേറെ രീതി ചിന്തിക്കേണ്ട, ഞാൻ കൺമുന്നിൽ കണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഈ സൂട്ടുമായിട്ട് നടന്ന അവരുടെ ജീവിതം എന്തോ ഒരു പൈസയാണ് ഇതാക്കുന്നത്, എന്തോ ഒരു ടൈമാണ് വേസ്റ്റ് ആക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആണ് ഇതിൻ്റെ സത്യം. അപ്പോൾ ഇത് ഈ കാര്യങ്ങൾ ആർക്കും ഉപകാരപ്രദമായെങ്കിൽ അവർ ലൈക്ക് ചെയ്യുക, ഇതിനോട് യോജിക്കുക. ഫോർ ദ ടൈം ബീയിങ്, ഗുഡ് ബൈ.